ഇതിൽ നമ്മൾ കണ്ട നേരത്തെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, മഹാഗഡ്ബന്ധന് അനുകൂലമായി വരേണ്ട വോട്ടുകളിൽ വലിയ സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ആ സ്പ്ലിറ്റ് പരാജയത്തിന് കാരണമായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കിഷൻഗഞ്ച് നമ്മൾ കൗതുകപൂർവ്വം പരിശോധിക്കേണ്ട ഒരു മണ്ഡലമാണ്. കിഷൻഗഞ്ച് നേരത്തെ പറഞ്ഞ പോലെ 68% മുസ്ലിം വോട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ബി.ജെ.പിയുടെ സ്വീറ്റി സിംഗ് ലീഡ് ചെയ്യുന്നത് ജില്ലയാകെയും മുസ്ലിം ഭൂരിപക്ഷമാണ് പലയിടത്തും. കിഷൻഗഞ്ച് മണ്ഡലത്തിൽ ഇപ്പോ സ്വീറ്റി സിംഗ് 4575 ബി.ജെ.പി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുമ്പോൾ അവിടുത്തെ AIMIM സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 7776 കോൺഗ്രസിന്റെ പരാജയം കിഷൻഗഞ്ചിൽ ഉറപ്പാക്കുന്നത് അവിടെ AIMIM ആണ്. ഇങ്ങനെ ഞാനൊരു ഒറ്റ മണ്ഡലത്തിന്റെ സ്പെസിഫിൻ എടുത്താണ്. അപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ മഹാഗഡ്ബന്ധൻ പ്രതീക്ഷിച്ചിട്ടുള്ള തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിട്ടില്ല. അവർക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിച്ച വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിട്ടില്ല. ആ വോട്ടിംഗ് പാറ്റേണിൽ ശൈഥില്യം ഉണ്ടായിരിക്കുന്നു. പിന്നെ വനിതകൾ കട്ടിംഗ് അക്രോസ് പൊളിറ്റിക്കൽ ലൈൻസ് അല്ലെങ്കിൽ സാമുദായിക ലൈൻസ്, ഈ സാമുദായികമായോ രാഷ്ട്രീയമായോ ഉള്ള എല്ലാ വേർതിരിവുകളും അപ്രസക്തമാക്കിക്കൊണ്ട് വനിതകൾ നിതീഷ് കുമാറിന് അനുകൂലമായി, ദസ് ഹസാരിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു. ഒരു വമ്പിച്ച വിജയം, ക്ലീൻ സ്വീപ്പാണ് ബീഹാറിൽ NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായ ചിത്രമാണ് അഭിലാഷ് ചൂണ്ടിക്കാണിച്ച ഒരു മണ്ഡലം. 54-ാം നമ്പർ അല്ലെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കിഷൻഗഞ്ച്. അവിടെ വോട്ട് സ്പ്ലിറ്റായി പോയതാണ് നമ്മൾ കാണുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി 19,036 വോട്ട് നേടുമ്പോൾ 15,000 വോട്ടുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി തൊട്ടു പിന്നിൽ. അതേസമയം 10,000-ന് മുകളിൽ വോട്ടുണ്ട് മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക്. ഇതാണ് പൊതുവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസാനത്തെ താലി 83-78, ബി.ജെ.പി 83, JDU 76, RJD 34. ഇങ്ങനെയാണ് ഇൻഡിവിജ്വലായി ഓരോ കക്ഷിയുടെയും സീറ്റ് നില. LJP 22, കോൺഗ്രസ് 7, CPIML 6, HAMS 4. ഇനി മുന്നണി തലത്തിൽ പരിശോധിച്ചാൽ 190-ന് 92 243 അംഗ ബീഹാർ നിയമസഭയിൽ ഇപ്പോൾ വോട്ടെണ്ണൽ 243 പുരോഗമിക്കുമ്പോൾ 192 ഇപ്പോൾ NDAയുടെ കക്ഷിനില, NDAയുടെ സീറ്റ് നില, NDA ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം എന്നതാണ് വളരെ പ്രധാനം. 190-ലേക്ക് താണു. 49 ഇടത്താണ് ഇപ്പോൾ പ്രതിപക്ഷ സഖ്യം ലീഡ് ചെയ്യുന്നത്. ഒരിക്കലും സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്ത, ദുസ്വപ്നമായി പോലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ബീഹാറിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ചത്. മഹാഗഡ്ബന്ധന് സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വളരെ ആത്മാർത്ഥമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തികളിലുള്ള ഒരാളാണ് രാഹുൽ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. രാഹുലിന്റെ രാഷ്ട്രീയത്തിന് എതിരായ പോരാട്ടങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായ നേതൃത്വം സമീപകാലത്ത് നൽകുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ബീഹാറിലെ വിഷയം അതൊന്നും അല്ലായിരുന്നു എന്ന തോന്നൽ, അടിസ്ഥാന രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിലെ പോരായ്മ. വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് ഇലക്ഷന്റെ തൊട്ടുതലേന്ന് ഒരു ഹൈഡ്രജൻ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ മഹാസഖ്യത്തിന് മുകളിൽ ഒരു ഹൈഡ്രജൻ ബോംബ് വീണിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ഹൈഡ്രജൻ ബോംബ് നാമാവശേഷമായിരിക്കുന്നു. 135 സീറ്റിൽ മത്സരിച്ച രാഷ്ട്രീയ ജനതാദൾ വെറും 34 സീറ്റിൽ ഒതുങ്ങുന്നു. കോൺഗ്രസ് വെറും 7 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. കോൺഗ്രസിന്റെ തീർത്തും മോശമായ പ്രകടനം. CPIML 6 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. മറുവശത്ത് മറുമുന്നണിയിൽ NDAയിൽ BJP 101 സീറ്റിൽ മത്സരിച്ച് 83 ലീഡ് ചെയ്യുന്നു. JDU 76 ലീഡ് ചെയ്യുന്നു. രാംവിലാസ് പാസ്വാന്റെ നാമധേയമുള്ള ലോക് ജനശക്തി പാർട്ടി 22 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. മഹാഗഡ്ബന്ധനെ എടുത്തു കഴിഞ്ഞാൽ RJD കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് 7 സീറ്റ്, CPIML 6 സീറ്റ് എന്നതാണ് അവരുടെ പെർഫോമൻസ്. തീർത്തും മോശമായ പ്രകടനം. അതിൽ തന്നെ കോൺഗ്രസിന്റെ പ്രകടനം വിനാശകരം എന്ന് പറയാം. ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ദയനീയമായ പ്രകടനവുമായി മഹാഗഡ്ബന്ധൻ അവസാനിക്കുകയാണ്. ബീഹാറിൽ RJDയുടെ സ്വന്തം മണ്ഡലങ്ങൾ പോലും, RJDയുടെ യാദവ ബെൽറ്റിലെ മണ്ഡലങ്ങൾ പോലും പരാജയം ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് നീങ്ങുകയാണ്. തേജസ്വി യാദവ് തന്നെ രാഘവ്പൂരിൽ, അവരുടെ ഫാമിലി പാക്കറ്റ് ബറോ ആണ് രാഘവ്പൂരിൽ മുമ്പ് പരാജയപ്പെട്ട ചരിത്രം രാബ്രി ദേവിക്കുണ്ട്. അത് ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്ക കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അവിടെ മഹാഗഡ്ബന്ധൻ. 190-49 എന്നുള്ള നിലയിൽ. മനോജ് മേനോൻ തുടരുന്നുണ്ട്. മനോജ്, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അത് ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിരുന്നല്ലോ. കൈ അയച്ച് സഹായിക്കും, ഞങ്ങൾ ഒപ്പമുണ്ട്. ഇപ്പോൾ 10,000 രൂപ വീതം ഓരോ കുടുംബങ്ങളിലേക്ക് നിതീഷ് കുമാർ സർക്കാർ നൽകുമ്പോൾ നെല്ലിന്റെ താങ്ങുവില 300 ഉയർത്തും, ഗോതമ്പിന്റെ താങ്ങുവില 400 ഉയർത്തും. മകരസംക്രാന്തിക്ക് സ്ത്രീകളുടെ അക്കൗണ്ടിൽ 30,000 രൂപ എത്തും. വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നല്ലോ തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്നും മഹാഗഡ്ബന്ധന്റെ ഭാഗത്തു നിന്നും. അതൊക്കെ എന്തുകൊണ്ടാണ് എഫക്റ്റ് ചെയ്യാതെ പോയത്? യഥാർത്ഥ വിഷയങ്ങൾ ഇപ്പോൾ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ദേശീയ തലത്തിൽ ഉയർത്തുമ്പോൾ, ബീഹാറിൽ ഉയർത്തുമ്പോൾ അത് ഈ ഗ്രാമീണ മേഖലയിലൊന്നും ഒരു തരത്തിലും പ്രതിഫലിച്ചില്ലേ? അതോ മഹാഗഡ്ബന്ധൻ പോലും ആ വിഷയങ്ങൾ അവിടെ ഉന്നയിച്ചില്ലേ?
അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്? ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ലേ? എന്താണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ആ ഒരു ആംഗിളിലെ വിലയിരുത്തൽ? രതീഷ്, ഈ സമീപകാല രാഷ്ട്രീയത്തിൽ സൗജന്യ വാഗ്ദാനങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. കെജ്രിവാളിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് നടക്കുന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഈ സൗജന്യ വാഗ്ദാനങ്ങൾ വലിയ തോതിലൊരു ഡിസിഷൻ മേക്കിംഗ് പോയിന്റായിട്ട് മാറിയിട്ടുണ്ട്. അത് ബീഹാറിൽ കുറി ഈ പറഞ്ഞ പോലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും രണ്ട് രാഷ്ട്രീയ മുന്നണികളും ഈ സൗജന്യ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. പക്ഷേ ഈ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ യാഥാർത്ഥ്യവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം വാഗ്ദാനങ്ങൾ നൽകുന്നു, ഒരു ഭാഗത്ത് വാഗ്ദാനങ്ങൾ നൽകുന്നു, മറ്റൊരിടത്ത് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുക നടപ്പാക്കി യാഥാർത്ഥ്യമാക്കിയ ഒരു മുന്നണിയോടായിരിക്കും. അതാണിപ്പോൾ ബീഹാറിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വോട്ട് പങ്കാളിത്തം നേടാനായിട്ട് എൻ ഡി എക്കോ അല്ലെങ്കിൽ നിതീഷ് കുമാറിനോ സാധിച്ചത്. മാത്രമല്ല തേജസ്വി യാദവിനെ അലട്ടുന്ന അല്ലെങ്കിൽ തേജസ്വി യാദവിനെ പിന്നെ കാര്യമായ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് 1990 മുതൽ 2005 വരെ ബീഹാറിൽ നിലനിന്ന ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണമാണ്, അല്ലെങ്കിൽ RJDയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണമാണ്. അതുണ്ടാക്കിയ ഒരു ആഘാതം ഇപ്പോഴും രാഷ്ട്രീയത്തിൽ തുടരുന്നു, RJDയുടെ രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്നുള്ളത് വളരെയധികം വലിയ ഒരു വസ്തുതയാണ്. ജംഗിൾ രാജ് എന്ന് ശരി, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളല്ല ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത്. പട്ന ഹൈക്കോടതിയാണ് ആദ്യമായി ജംഗിൾ രാജ് എന്നുള്ള പദം ഉപയോഗിച്ചത്. ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുമ്പോൾ പട്ന ഹൈക്കോടതിയാണ് ആദ്യമായിട്ട് ജംഗിൾ രാജ് എന്നുള്ള പദപ്രയോഗം നടത്തിയത്. ആ പദപ്രയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തെ വിലയിരുത്തുന്ന ഒരു നിലയിലേക്ക് വന്നത്. ഈ 2015 വർഷത്തെ 1990 മുതൽ 2015 വരെയുള്ള ഭരണകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യമില്ലായ്മ, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഘടകങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യപരമായ പരിവർത്തനം അതൊരു വലിയ സംഭാവനയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അധികാരം നൽകുകയും അവരെ അധികാര ഘടനയിലേക്ക് കൊണ്ടുവരികയും അതുവരെ ഉണ്ടായിരുന്ന സവർണ മേധാവിത്വ ഘടനയെ ഉല്ലംഘിച്ചുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നുള്ള സാമൂഹ്യമായ സംഭാവന ലാലു പ്രസാദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഭൗതികമായ പ്രശ്നങ്ങൾ ഈ ഭരണകാലത്തുണ്ടായി. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായി, അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയുണ്ടായി, അതുപോലെ തന്നെ യാദവ് വിഭാഗത്തിൻ്റെ ആയുധങ്ങൾ കയ്യിലെടുത്തുകൊണ്ടുള്ള യാദവ് വിഭാഗത്തിൻ്റെ മേധാവിത്വം പിന്നെ ദളിതർക്ക് മേലും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് മേലും ഉണ്ടായി. ഇത്തരത്തിലുള്ള കളങ്കം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ തേജസ്വി എന്ന യുവ നേതാവിനെ ഇപ്പോഴും കാര്യമായ തോതിൽ പ്രതികൂലിക്കുന്ന അല്ലെങ്കിൽ എതിർ ഘടകമായിട്ട് വർത്തിക്കുന്ന ഒരു വലിയ ഫാക്ടറാണ്. ഇക്കുറിയും ജംഗിൾ രാജ് ആവർത്തിക്കപ്പെട്ടു. ജംഗിൾ രാജ് എന്നുള്ള പരാമർശം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയും നിതീഷ് കുമാറും എല്ലാ വേദികളിലും പ്രസംഗിച്ചത്. അതായത് കഴിഞ്ഞ 15 വർഷത്തെ ജംഗിൾ രാജ് നിങ്ങൾക്കിനി ആവർത്തിക്കേണ്ടതുണ്ടോ എന്നായിരുന്നു മോഡിയും അതുപോലെ തന്നെ നിതീഷ് കുമാറും ആവർത്തിച്ച് എല്ലാ റാലികളിലും ചോദിച്ച ചോദ്യം. അപ്പോൾ ജംഗിൾ രാജിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തെ അതിജീവിക്കാനായിട്ട് തേജസ്വി യാദവിനോ അതുപോലെ തന്നെ RJDക്കോ അതുപോലെ തന്നെ മഹാസഖ്യത്തിനോ സാധിക്കുന്നില്ല. അത് 2020 നമ്മൾ കണ്ടതാണ്, 2025 നമ്മൾ വീണ്ടും കാണുന്നു. ഈ ഒരു കളങ്കം നീക്കാനായിട്ട് തേജസ്വി യാദവ് എന്ന് പറഞ്ഞ യുവ നേതാവിന് സാധിക്കുന്നില്ല. ഇത് മറികടക്കാൻ വേണ്ടി തേജസ്വി യാദവ് ഇക്കുറി ലാലു പ്രസാദ് യാദവിൻ്റെ ചിത്രം അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ ചിത്രം തൻ്റെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കുകയും പ്രചരണ സാമഗ്രികളിൽ നിന്ന് ഒഴിവാക്കുകയും തേജസ്വി യാദവ് എന്നുള്ള ഒറ്റ മുഖം മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് പിന്നെ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റാലിയെ നയിച്ചതും സഖ്യത്തെ നയിച്ചതും പിന്നെ പാർട്ടിയെ നയിച്ചതും ഒക്കെ തേജസ്വി യാദവ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ തന്നെയാണ്. മറ്റൊരാളോട് പോലും ചർച്ച ചെയ്യാനോ മറ്റൊരാളോട് പോലും തന്നെ പിന്നെ സഹകരിക്കാനോ ഈ സഖ്യത്തിൽ ഒരാളും ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. തേജസ്വി യാദവ് എന്ന ഒറ്റ നേതാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രചരണവും പിന്നെ റാലികളും പ്രചരണ പരിപാടികളുമായിരുന്നു മഹാസഖ്യത്തിന് പിന്നെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ആരെയാണ് നേരിട്ടത് വൻ സന്നാഹങ്ങളോടെ മത്സരിക്കുന്ന വലിയ കേന്ദ്ര നേതാവ്, പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ അണിനിരക്കുന്ന ഒരു വലിയ ശക്തിയെയാണ് തേജസ്വി യാദവ് എന്ന് പറയുന്ന ദാവീദ് ഗോലിയാത്ത് എന്ന് പറയുന്ന പോലെ കഥയിലെ പോലെ തന്നെ തേജസ്വി യാദവിന് നേരിടേണ്ടി വന്നത്. സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ അല്ലെങ്കിൽ സഖ്യകക്ഷികളിൽ നിന്നുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള പിന്തുണ നൽകാൻ പറ്റിയ പര്യാപ്തമായ ജനപിന്തുണയുള്ള ജനസമ്മതിയുള്ള നേതാക്കൾ ആരും തന്നെ തേജസ്വി യാദവിന് പുറമെ പിന്നെ നേതൃത്വത്തിന്റെ അഭാവവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 34 വയസ്സ് പിന്നിട്ടേ ഉള്ളൂ തേജസ്വി യാദവിന് എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മുഖമായി ഉയർന്നു വന്നിരിക്കുകയാണ്. അതേസമയം നിതീഷ് കുമാർ 75ലേക്ക് അടുക്കുകയുമാണ്. പക്ഷേ ആ നിതീഷ് കുമാറാണ് ഈ വളരെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്.